തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, 2 വചനങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ധ്യാനിക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം തിരുവചനം. വചനം ഇപ്രകാരമാണ്: പിന്നെ അവൻ അവർക്കൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. 2-ാമത്തെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം തിരുവചനം. അവൻ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ആദ്യത്തെ വചനം ലൂക്കാസ് വിശേഷകൻ പങ്കുവെക്കുന്നതിൻ്റെ സാഹചര്യം നമുക്കറിയാം. 12 വയസ്സുള്ള ബാലനായ യേശുവിനെ കാണാതെ അന്വേഷിച്ച് 3-ാം ദിവസം പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും ദേവാലയത്തിൽ കണ്ടെത്തുന്നു. കണ്ടെത്തി പരിശുദ്ധ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു? ഞാനും നിൻ്റെ പിതാവും നിനക്ക് വേണ്ടി അന്വേഷിക്കുകയല്ലേ ആയിരുന്നത്? ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സ്നേഹം പരിഗണിച്ച് പിന്നീട് വചനം പറയുന്ന പ്രകാരമാണ്, അവൻ അവർക്കൊപ്പം പോയി അവർക്ക് വിധേയനായി ജീവിച്ചു. ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്ന അവസാനത്തെ ഭാഗമാണ്, അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു. മാതാപിതാക്കന്മാർക്ക് വിധേയനായി അവരെ പരിഗണിച്ച്, അവരെ സ്നേഹിച്ച്, അവരുടെ കരുതലും ശുശ്രൂഷയും ഏറ്റുവാങ്ങി അവരെ ശുശ്രൂഷ ജീവിക്കുക എന്നുള്ളത് ഈശോ പഠിപ്പിച്ച പാഠം തന്നെയാണ്. ഇതിൻ്റെ പരിപക്വതയാണ് കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈശോയുടെ സംഭാഷണത്തിൽ നാം ശ്രവിക്കുന്നത്. കഠിന വേദനയാലാണ് മരണത്തോട് മല്ലിടുന്ന തമ്പുരാൻ കുരിശിൻ കീഴിൽ നിൽക്കുന്ന തൻ്റെ അമ്മയെ കണ്ടു. അമ്മയോട് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. യോഹന്നാൻ തൻ്റെ അരുമ ശിഷ്യനോട് നോക്കിയിട്ട് പറഞ്ഞു, ഇതേ അമ്മയെ നോക്കിക്കോണം, ഇതാ നിൻ്റെ അമ്മ. വചനം ശ്രവിക്കുന്ന പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു നിമിഷം അവനുമായി നിങ്ങളൊന്ന് ഓർത്തെടുത്തേൻ നിങ്ങളുടെ മാതാവിനെ, നിങ്ങളുടെ പിതാവിനെ. അവരിപ്പോൾ എവിടെയായിരിക്കും? എന്തു ചെയ്യുകയായിരിക്കാം? ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയായിരിക്കാം. അല്ലെങ്കിൽ വചനം കേൾക്കുന്ന മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛനത് പറയുമ്പോൾ നിങ്ങളുടെ മക്കളെ കുറിച്ചായിരിക്കാം ഓർക്കുന്നത്. എന്തു തന്നെയായാലും ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായി പരിശ്രമിക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ദിവസം ഒരു സ്ഥലത്ത് പ്രഭാതത്തിൽ 2 യുവാക്കൾ രാവിലെ ഓടാനായിട്ട് പോയതാണ്. വഴിയോരത്തൊരു ചാക്ക് കെട്ട് അനങ്ങുന്നതായിട്ട് അവർ കണ്ടു. നഗരത്തിലാണ്. ഉടനെ പോലീസിനെ വിളിച്ചു. ചാക്ക് കെട്ടൊക്കെ തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ആരോ പടുവൃദ്ധയായ തൻ്റെ അമ്മയെ ചാക്കിൽ കെട്ടി വഴിയോരത്ത് ഉപേക്ഷിച്ചിരിക്കുക. മറ്റെവിടെയല്ല, നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന സംഭവമാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ വായിച്ചതല്ലേ, ഒരു കലാലയത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു സയൻസ് കണക്കെടുപ്പിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പട്ടിക്കൂട്ടിൽ വൃദ്ധയായ അമ്മയെ കെട്ടിയിട്ടിരിക്കുക. ഇവൻ വീട്ടുകാരോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഭിക്ഷയെടുക്കാൻ പോകും, മനസ്സിന് സ്ഥിരതയില്ല, അതുകൊണ്ടാണ് തീറ്റ കൊടുത്ത് കൂട്ടിലിട്ടിരിക്കുന്നത് അത്രേ. സ്നേഹമുള്ളവരെ, നമ്മളും നമ്മളുടെ ലോകവും എങ്ങോട്ടാണ് പോണത്? മറ്റൊരു സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ നടന്നൊരു സംഭവം നമുക്കറിയാമല്ലോ. അപ്പനെയും അമ്മയെയും വീട് പൂട്ടിയിട്ടിട്ട് മുറ്റത്താക്കി ഗേറ്റ് പൂട്ടിയിട്ട് വാതിലടച്ച് മക്കൾ പോയി. 4 ദിവസം ഭക്ഷണം കിട്ടാതെ ഇവർ ഗേറ്റിനുള്ളിൽ കൂടെ കൈ പുറത്തേക്കിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ തുണിക്കച്ചവടവുമായിട്ട് വന്നതാണ്. അങ്ങനെ അധ്വാനിച്ച് ഇയാൾ 7.5 സെൻറ്റ് സ്ഥലം വാങ്ങി. 7.5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ഇയാളൊരു വീട് വെച്ചു. ഇയാളുടെ അധ്വാനം മുഖേന മക്കളെ പഠിപ്പിച്ചു. എന്നിട്ട് വലുതായി കഴിഞ്ഞപ്പോൾ മക്കൾക്കൊന്നും ഇയാൾ വേണ്ട. സ്നേഹമുള്ളവരെ, വലിയൊരു ചോദ്യം ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട്. നമ്മൾക്ക് എന്തുകൊണ്ടോ ഇന്ന് മുതിർന്നവരെ ആദരിക്കുവാനും സ്നേഹിക്കാനും പറ്റുന്നില്ല? ഒരിക്കൽ എന്നെ കാണാനായിട്ട് ഒരു വൃദ്ധനായ ഒരു മനുഷ്യനും ഒരു വൃദ്ധയും വന്നു. ഈ വൃദ്ധൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ഈ വൃദ്ധന് 3 പെങ്ങന്മാരാണ്. ചെറുപ്പത്തിലെ അപ്പനും അമ്മയും മരിച്ചുപോയി.
ഒരു പെങ്ങളെ നാട്ടിൽ തന്നെ വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷം 2 പെങ്ങന്മാരുമായി ഇയാൾ മലബാറിലേക്ക് കുടികയറുകയാണ്. കുടിയേറിയതിന് ശേഷം അതിനകത്ത് ഒരു പെങ്ങളെ മലബാറിൽ തന്നെ വിവാഹം കഴിച്ച് അയക്കുന്നു. വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷം മറ്റു പെങ്ങളോടൊത്ത് ഇയാൾ ജീവിക്കുകയാണ്. ഇയാൾ ജീവിച്ചു കുറേയധികം കഴിഞ്ഞു. അപ്പോഴേക്കും കൂടെയുള്ള പെങ്ങൾക്ക് അസുഖമായി, സാരമായ അസുഖമായി. അവളെ ശുശ്രൂഷിക്കാനായിട്ട് ഇയാൾ വിവാഹം കഴിക്കാൻ പോലും മറന്നു. ഇന്ന് പടുവൃദ്ധനായി. കൂടെയുള്ള പെങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ കണ്ടുകൂടാ, കാഴ്ചയില്ല. ഇയാൾക്കാണെന്നുണ്ടെങ്കിൽ പാർക്കിൻസൺസിൻ്റെ അസുഖം ബാധിച്ചിരിക്കുക. പാർക്കിൻസൺസിൻ്റെ അസുഖം ബാധിച്ച് ഒരു ഗ്ലാസ് വെള്ളം പോലും മര്യാദയ്ക്ക് എടുത്ത് കുടിക്കാനായിട്ട് പറ്റുന്നില്ല. അന്ന് നാട്ടിൽ കല്യാണം കഴിച്ച് അയച്ചിരുന്ന തൻ്റെ പെങ്ങളുമായിട്ട് ഇയാൾ എന്നെ കാണാനായിട്ട് വന്നതാണ്. വന്നു കഴിഞ്ഞാൽ ഞാൻ ഇയാളോട് ചോദിച്ചു, എന്താ വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ, മരുന്നൊക്കെ വാങ്ങിക്കാൻ പൈസയുണ്ടോ? ഇയാൾ പറഞ്ഞു, പൈസ വല്ലവരൊക്കെ തരുവച്ചാ. ഇന്ന് ഈ പെങ്ങൾ 5000 രൂപ ആയിട്ട് വന്നിരിക്കുന്നത്. അവൾ വന്നപ്പോൾ നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ ചോദിച്ചു, സ്വന്തമായിട്ട് സ്ഥലമില്ലേ? അപ്പോൾ അത് വിറ്റ്, ആ സ്ഥലം വിറ്റ് പൈസ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേർക്കും നന്നായിട്ട് ജീവിച്ചുകൂടെ? അപ്പോൾ ഇയാൾ പറഞ്ഞു, അച്ഛാ 40 സെൻറ്റ് സ്ഥലം എനിക്കുണ്ട്, അധ്വാനിച്ച് വാങ്ങിച്ചു തന്നെ, ആരുടെയും മോഷ്ടിച്ചു ഒന്നുമല്ല. പക്ഷേ ഇന്ന് ഈ ദുരിതം വന്ന് അത് വിൽക്കാനായിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് 40 സെൻറ്റ് സ്ഥലത്തിനും പട്ടയമില്ലത്രേ. ഞാൻ ചോദിച്ചു, ഇവിടെ ഒരു പെങ്ങളെ വിവാഹം കഴിച്ച് അയപ്പിച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞത്, അവരുടെ മക്കളൊക്കെ നല്ല നിലയിലാണ് എന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഭൂമിയല്ലേ, അതിന് പട്ടയമൊക്കെ സംഘടിപ്പിച്ച് തരാൻ പറ്റുമല്ലോ. അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു അച്ഛാ, എൻ്റെ പെങ്ങളോടും അവരുടെ മക്കളോടും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഉത്തരം എന്നാണെന്നറിയോ, ഈ സ്ഥലം ഞങ്ങളുടെ പേരിൽ എഴുതി തരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് പട്ടയം സംഘടിപ്പിച്ച് തരാം. ഞങ്ങളെങ്ങനെയാണ് അച്ഛാ എഴുതി കൊടുക്കുക? ഞങ്ങളെങ്ങനെയാണ് എഴുതി കൊടുക്കുക? അച്ഛനറിയോ, ഞങ്ങളാർക്കും ഇഷ്ടമില്ല, ഞങ്ങളാർക്കും ഇഷ്ടമില്ല. ആത്മഹത്യ ചെയ്യണമെന്ന് പല ആവർത്തി കണ്ണു കാണാത്ത എൻ്റെ സഹോദരിക്ക്, വൃദ്ധയായ സഹോദരിക്ക് കുറച്ച് വിഷം വാങ്ങി കൊടുത്ത് ഞാനും കൂടെ കഴിച്ച് ആത്മഹത്യ ചെയ്താലൊന്ന് പല ആവർത്തി ആലോചിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആത്മാവ് നരകത്തിൽ കിടന്ന് കളിക്കില്ല അച്ഛാ, ഈ ആത്മാവ് സ്വർഗത്തിലേക്ക് പോവില്ലല്ലോ. അങ്ങനെ ആലോചിച്ചിട്ടാണ് സഹിച്ച് ജീവിക്കണത്. അച്ഛനറിയോ, ഒരു നല്ല മീൻകറി കൂട്ടി ചോറുണ്ട കാലം മറന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു സംഭവമാണത്. നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു സംഭവമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നൊരു വ്യക്തിയാണല്ലോ. മാർപ്പാപ്പ തൻ്റെ പ്രസംഗങ്ങളിൽ പ്രകാരം പറഞ്ഞിട്ടുണ്ട്. മാർപ്പാപ്പ പറയുക, ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കും. എന്നിട്ട് മാർപ്പാപ്പ പറയാണ്, അവൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അതായത് പൂർവ്വപിതാക്കന്മാരായ അബ്രാഹത്തെ മാനിച്ചവരുടെ ദൈവം, ഇസഹാക്കിനെ മാനിച്ചവരുടെ ദൈവം, യാക്കോബിനെ മാനിച്ചവരുടെ ദൈവം, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവരുടെ ദൈവമാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ. ആരെങ്കിലും ആരാധനാലയത്തിൽ പോകുന്നുണ്ട്, മാതാപിതാക്കന്മാരെ ഗൗനിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്ന് വെച്ചാൽ അവർ ദൈവത്തെ ബഹുമാനിക്കാത്തവരാണ്. നമ്മുടെ ദൈവം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവരുടെ, ആദരിക്കുന്നവരുടെ ദൈവമാണ് എന്ന് ആവർത്തിച്ച് പറയുക. സ്നേഹത്തിൻ്റെ ആനന്ദം അപ്പോസ്തലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാരം പറയുന്നുണ്ട്, ഇന്ന് മാതാപിതാക്കന്മാരെ, മുതിർന്നവരെ ബഹുമാനിക്കാത്ത ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. ആ തലമുറ അതിൻ്റെ വേരോടെ പിഴുതെറിയപ്പെടും, അതിൻ്റെ വേരോടെ പിഴുതെറിയപ്പെടും. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ആലോചിച്ച് നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു പാഠം തന്നെയാണ് മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളൊരു പാഠം. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. ഇന്ന് പല കുടുംബങ്ങളും തകരുവാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് മാതാപിതാക്കന്മാരെ പരിഗണിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. പ്രഭാഷകൻ 3:9 പറയുന്നു, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അതിൻ്റെ അടിത്തറ ഇളക്കും. വചനം പലപ്പോഴും സത്യമായിട്ട് നമുക്ക് ചുറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്രയോ മാതാപിതാക്കന്മാരുടെ അനാവശ്യമായ കണ്ണുനീര് നമ്മുടെ നിലത്ത് വീണിട്ടുണ്ട്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി ദൈവം ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും ഒരു അടയാളം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയുമോ? പൊക്കിൽ കൂടി. നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ 9 മാസം നിൻ്റെ അമ്മ ഭക്ഷിച്ച ഭക്ഷണത്തിൽ നിന്ന് സ്വീകരിച്ച്
നിൻ്റെ പിതാവിൻ്റെ വിയർപ്പിൻ്റെ അധ്വാനം കൊണ്ട് അമ്മയെയും അപ്പനെയും ആശ്രയിച്ച് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളമാണ് ആ പൊക്കിൾക്കുടി. എത്ര കുളിച്ചാലും എത്ര പ്ലാസ്റ്റിക് സർജറി ചെയ്താലും അത് മാഞ്ഞു പോവില്ല. എന്തെന്നാൽ അത് ദൈവം തന്നിരിക്കുന്ന അടയാളമാണ്. നീ നിൻ്റെ പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കണം, ആദരിക്കണം എന്ന് കാണിക്കുവാനും പഠിപ്പിക്കുവാനും വേണ്ടി ദൈവം തന്നിരിക്കുന്ന അടയാളമാണ്. അതുകൊണ്ടല്ലേ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അവസാന വേദനയിൽ പോലും പരിശുദ്ധ അമ്മയെ നോക്കിയിട്ട് പറയുക, ഇതാ നിൻ്റെ മകൻ, എന്നെ ഞാൻ വെറുതെ വിടുന്നില്ല, അതേ ശിഷ്യനെ ഏൽപ്പിക്കുകയാണ്. ലൂക്കാ സുവിശേഷത്തിൽ അവസാനത്തെ ഭാഗം തന്നെ പറഞ്ഞു വയ്ക്കുന്നതല്ലേ 2:51 പറയുന്നത്, അവൻ വിധേയനായി ജീവിച്ചു. അപ്പനും അമ്മയ്ക്കും അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് വിധേയനായി ജീവിച്ചു. നിയമാവർത്തനം 5:16 പറയുന്നു, നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ലേവ്യരുടെ പുസ്തകം 19:32 പറയുന്നു, പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക. സ്നേഹമുള്ളവരെ, ഇന്നത്തെ തലമുറ എങ്ങനെയോ ആ ഒരു ബഹുമാനമൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി വേദനയോട് കൂടി തന്നെ പറയണേ, കസാരയിൽ നിന്ന് എഴുന്നേൽക്കാത്ത മക്കളെ കണ്ടിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരു പാട്ട് കേട്ടിരിക്കുകയായിരിക്കും, മൊബൈലിൽ എന്തുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ മുറിയിൽ നിന്ന് പുറത്തു വരില്ല. കാരണവന്മാർ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാത്ത എത്രയോ മക്കൾ ഇന്നുണ്ട്. എന്തിനാരും പറയുന്നു, നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളിലോ ട്രാൻസ്പോർട്ട് ബസ്സുകളിലോ നിങ്ങളൊന്ന് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. ഒരു ഗർഭവതിയായൊരു സ്ത്രീയോ ഇത്രയും പ്രായത്തിൽ മുതിർന്ന ഒരാൾ വരുമ്പോൾ എത്ര പേര് ഇന്ന് മനസ്സറിഞ്ഞ് അവർക്ക് ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കാനും പലർക്കും ഇന്ന് പറ്റുന്നില്ല. മാതാപിതാക്കന്മാർ ഇന്ന് പലർക്കും ഭാരമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രായമായവരുടെ മുമ്പിൽ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുക, അവരെ ബഹുമാനിക്കുക, ആദരിക്കുക, അപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് പറയുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപം ഏൽക്കും. സ്നേഹമുള്ളവരെ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് തന്നെ എടുക്കണം. പ്രശസ്തനായ ഒരു സിനിമാ നടൻ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വാർത്തകൾ പത്രത്തിൽ വന്നു. അദ്ദേഹം പ്രശസ്തനായ സിനിമാ നടൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ച് കണ്ണിൻ്റെ കാഴ്ച ചെറുതായിട്ട് നഷ്ടപ്പെട്ടു. കാല് മുട്ടിന് കീഴേക്ക് മുറിച്ചു മാറ്റപ്പെട്ടു. പരസഹായം കൂടാതെ ഈ വൃദ്ധ മനുഷ്യന് ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ പരസഹായം കൂടാതെ ഈ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇയാളുടെ മരുമകളാണ് ഇയാളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ഇയാൾ നല്ല ധനാഢ്യനല്ലേ. ഇയാൾ ഒരിക്കൽ തൻ്റെ മരുമകളെ വിളിച്ചു പറഞ്ഞു, മോളെ, നീ എന്തിനാണ് ഈ പടുവൃദ്ധൻ്റെ വിസർജ്യങ്ങൾ കോരുവാനായിട്ട് നിൽക്കുന്നത്? ഒരു 10,000 20,000 രൂപയോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹോം നേഴ്സിനെ വെച്ചുകൂടെ? നീ എന്തിനാ കഷ്ടപ്പെടുന്നേ? ഈ അപ്പനെ നോക്കുവാനായിട്ട്, അവൻ നിൻ്റെ സ്വന്തം അപ്പനല്ല, അമ്മായിയപ്പനാണ്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ മരുമകൾ പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിവാഹം കഴിഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും കൈകളിൽ എൻ്റെ അപ്പനും അമ്മയും കൈ ചേർത്ത് പിടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ദേ എൻ്റെ മോളെ നോക്കിക്കോളൂ കേട്ടോ. അന്ന് അവരെന്നോട് പറഞ്ഞു, ഇനി മുതൽ നിൻ്റെ അപ്പനും അമ്മയും ഇവരാണ്. ഇവരെ നോക്കുന്നതിലൂടെയാണ് നീ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നത്. അപ്പം ഇന്ന് വയസ്സും പ്രായമായപ്പോൾ അപ്പം പറഞ്ഞത് ശരിയാണ്. ഒരു നേഴ്സിനെ വെക്കാം നമുക്ക്. 10,000 20,000 കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ആ നേഴ്സ് ചെയ്യുന്നത് അവരുടെ ജോലിയായിരിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്നത് എൻ്റെ കടമയാണ്. അപ്പനെ ശുശ്രൂഷിക്കുന്നതിലൂടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുക ചെയ്യണത്. എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, അപ്പൻ എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. എന്നെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഈ പ്രശസ്തനായ നടൻ പറഞ്ഞതായിട്ട് പത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു അത്രേ, എൻ്റെ മരുമകൾ സ്വർഗം എനിക്ക് തന്ന കരുതലിൻ്റെ അടയാളമാണ്. എൻ്റെ മരുമകൾ സ്വർഗം എനിക്ക് തന്ന കരുതലിൻ്റെ അടയാളമാണ്. സ്നേഹമുള്ളവരെ, കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും ഇന്ന് വൃദ്ധരായ കാരണവന്മാരെ അവഗണിക്കുന്നൊരു സമൂഹം വളർന്നു വരുന്നുണ്ട്.
എന്തിനാ പറയുന്നു? വിവാഹം കഴിക്കാ പെണ്ണ് കിട്ടുന്നില്ല. ചിലർക്ക് വീട്ടിലേക്ക് അപ്പനും അമ്മയും പ്രായമായതുകൊണ്ട് വിവാഹം കഴിക്കാനായിട്ട് പറ്റിയ യുവതികളെ കിട്ടാതെ അലയുന്ന യുവാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വൃദ്ധയായ ഒരു അമ്മ വീട്ടിലുണ്ട്, വയ്യാത്തൊരു അപ്പൻ വീട്ടിലുണ്ട്. വന്നു കഴിഞ്ഞാൽ ഈ അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കണ്ടേ എന്ന് കരുതി ഈ യുവാവിന് കല്യാണം കഴിക്കാൻ യുവതികൾ കിട്ടുന്നില്ല. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ എവിടേക്കാണ് പോകുന്നത്? സ്നേഹമുള്ളവരെ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ മാത്രമല്ല, ഒരു തലമുറ, ഇത് കണ്ടുവരുന്ന അടുത്തൊരു തലമുറ നശിച്ചു പോകും. ബഹുമാനവും ആദരവും ഇല്ലാതെ നശിച്ചു പോകും. കേരളത്തിലെ തന്നെ ഒരു മെത്രാനച്ചൻ പങ്കുവച്ചൊരു അനുഭവം ഓർക്കുക. ഈ മെത്രാനച്ചൻ്റെ അടുത്ത് ഒരു വൃദ്ധയായ അമ്മ വന്നു. അമ്മ വന്നിട്ട് മെത്രാനച്ചനോട് പറഞ്ഞു, മെത്രാനച്ച, എൻ്റെ കെട്ടിയവൻ വയസ്സായെന്നറിയാലോ, അദ്ദേഹത്തിന് ഓർമ്മക്കുറവിൻ്റെ അസുഖം, അൽഷിമേഴ്സിൻ്റെ അസുഖം ബാധിച്ചിരിക്കുക. എൻ്റെ മോനെ ഞാൻ വിദേശത്ത് ഫോൺ വിളിച്ചു. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മേ, മോൻ ഒന്നും പറയാതെ മോൻ ആ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു. ഞാനിന്ന് പിതാവിൻ്റെ അടുത്ത് വന്നിരിക്കുക. പിതാവ്, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഈ ഒരു മോൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിതാവ് പറഞ്ഞു, പതിവ് പോലെ, ഞാൻ പ്രാർത്ഥിക്കാം അമ്മച്ചി, ഞാൻ പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചി പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കാറിൽ ഈ അമ്മച്ചിയുടെ ഭർത്താവ്, മക്കൾ വന്നിരിക്കുക. ഈ അമ്മച്ചി ഓടി വന്ന് പിതാവിൻ്റെ അടുത്ത് വന്ന്, പിതാവ് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞില്ലേ? ആ പ്രാർത്ഥന തമ്പുരാൻ കേട്ടു. എൻ്റെ മോൻ വന്നു വിദേശത്തു നിന്ന് വന്നു. അപ്പോൾ പിതാവ് ഈ മോനെ വിളിച്ച് ചോദിച്ചു, മോനെ, നീ എന്താടാ അമ്മ പറഞ്ഞിട്ട് അന്ന് ഫോൺ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഈ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥ എനിക്കറിയാം പിതാവേ. ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥ എനിക്കറിയാം. എൻ്റെ അപ്പന് ഈ രോഗം ബാധിച്ചെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വന്നില്ല. എൻ്റെ കരച്ചിൽ എൻ്റെ അമ്മ കേൾക്കണ്ടെന്ന് കരുതി ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഉടനെ ഭാര്യയോട് പറഞ്ഞു, എടീ, രാജിക്കത്ത് സമർപ്പിക്കുക, പിള്ളേരുടെ TC വാങ്ങിക്കുക, നമുക്ക് നാട്ടിൽ പോവാം, സമ്പാദിച്ചിടത്തോളം മതി. പിതാവിനറിയോ, ഈ അപ്പനാണ് എൻ്റെ കരം പിടിച്ചത് കുഞ്ഞുനാളിൽ. ഇന്ന് അപ്പന് ഓർമ്മക്കുറവുണ്ട്, എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കരം പിടിക്കണം. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, ഇനി അപ്പൻ്റെ കരം പിടിച്ച് അപ്പൻ്റെ മരണം വരെ നമുക്ക് അപ്പനെ കൊണ്ടു നടക്കാം, നന്നായിട്ട് ശുശ്രൂഷിച്ച് അപ്പന് വേണ്ടുന്ന മുഴുവൻ കൊടുത്ത് ഒരു നല്ല മരണം അപ്പന് തമ്പുരാനിൽ നിന്ന് വാങ്ങിക്കൊടുത്തതിന് ശേഷം മതി നമുക്ക് ജോലി എന്ന്. അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ശരിയാക്കി തിരിച്ചു വരികയായിരുന്നു പിതാവ് എന്ന്. സ്നേഹമുള്ളവരെ, ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെ, നമ്മുടെ എത്ര മക്കൾ ഇന്ന് അങ്ങനെ ചെയ്യും? പല മാതാപിതാക്കന്മാരും വലിയ വലിയ വീടുകളിൽ ഇന്ന് അനാഥരല്ലേ? മക്കളോട് പൊറുക്കാൻ പറ്റാത്ത മാതാപിതാക്കന്മാരുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഒരാളുടെ വശം പിടിച്ച് പറയുകയല്ല. മക്കളോട് പൊറുക്കാൻ പറ്റാത്തവർ, ക്ഷമിക്കാൻ പറ്റാത്തവർ, സംസാരിക്കാൻ പറ്റാത്തവർ, മക്കൾ ഒന്ന് പൊറുതി ചോദിച്ചാലും ക്ഷമിക്കില്ല എന്ന് പറയുന്നവർ. സ്നേഹമുള്ളവരെ, പരസ്പരം ക്ഷമിച്ചും പുറത്തൊക്കെ നമുക്കൊന്ന് ജീവിച്ചുകൂടെ? നിങ്ങളൊന്ന് ആലോചിച്ച്, എന്നെ ശ്രമിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയും എത്ര വയസ്സ് വരെ ഇനി ജീവിച്ചിരിക്കും? എത്ര വർഷം ഇനി ജീവിച്ചിരിക്കും? പോട്ടെ, നിങ്ങൾ എത്ര നാൾ ജീവിച്ചിരിക്കും? ഇന്ന് പത്രം വായിച്ചവൻ നാളെ പത്രത്തിൽ പടമാവുന്ന കാലഘട്ടമാണ്. നാളെ പത്രത്തിൽ ചർമ്മകോളത്തിൽ പടമായിട്ട് വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണേ. സങ്കീർത്തനം 103:15 പറയുന്നില്ല, മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്, അത് പ്രഭാതത്തിൽ വിരിയുന്നു, ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകുന്നു, പിന്നെ അത് നിന്നിരുന്ന സ്ഥലം പോലും അതിനോർക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് അഹങ്കരിക്കാനൊന്നുമില്ല. അത് ഏത് നിമിഷവും തകർക്കപ്പെടും. ബന്ധങ്ങളെ ചേർത്ത് നിർത്താം. നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഉള്ളത് ഈ കൂടപ്പുറപ്പുകളൊക്കെ ഉള്ളൂ. മാതാപിതാക്കന്മാരെ, മക്കൾ ചിലപ്പോൾ അകൃത്യങ്ങൾ, അക്രമങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇറങ്ങിപ്പോ തന്തേ തള്ളേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പം നിങ്ങളെനിക്ക് വേണ്ട, നിങ്ങളൊന്ന് മരിച്ചിരുന്നെങ്കിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒന്ന് ക്ഷമിച്ചുകൂടെ? അതുപോലെ തന്നെ നിങ്ങളെയും, ഇങ്ങനെ എനിക്കൊരു മകനില്ല, ഇങ്ങനെ എനിക്കൊരു മകളില്ല, നീ വന്നതിന് ശേഷമാണ് കുടുംബം കുട്ടിച്ചോറായത് എന്നൊക്കെ പറയുന്നവരുണ്ടാവും. ഒന്ന് പുറത്തുകൂടെ? നമ്മൾ പരസ്പരം
ഈ മാതാപിതാക്കന്മാരും മക്കളും സ്നേഹത്തിൽ ലയത്തിൽ ആയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അടുത്തൊരു തലമുറ മക്കളെയും മാതാപിതാക്കന്മാരെയും ബഹുമാനിക്കുന്ന ഒരു തലമുറ പടുത്തുയർത്തപ്പെടും. പ്രബോധനങ്ങളെ കൊണ്ടല്ല. ഇന്ന് ദൈവവചനം ശരിക്കും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് ജീവിതത്തിലൂടെയാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോഴും ആദരിക്കുമ്പോഴും, പ്രത്യേകിച്ച് മുതിർന്നവരെ ബഹുമാനിക്കുമ്പോഴും ആദരിക്കുമ്പോഴും തമ്പുരാൻ കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോ തൻ്റെ അമ്മയെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയല്ലേ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയെ കാണുന്നു എന്നുള്ള രീതിയിൽ. ഏറ്റവും വേദനാവസ്ഥയിൽ നീ ആരെയും ഓർക്കണേ? അതാണ് നീ സ്നേഹിക്കുന്ന വ്യക്തി. ഈശോ ഏറ്റവും വേദനാവസ്ഥയിൽ തൻ്റെ അമ്മയെ ഓർത്തു എന്ന് പറയുമ്പോൾ തൻ്റെ അമ്മയെ പരിഗണിച്ചു. അവളെ അനാഥയാക്കാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ ശിഷ്യൻ അമ്മയെ സ്വഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പരിശുദ്ധ അമ്മയെ മാത്രമല്ല, നീ നിൻ്റെ മാതാവിനെ, നിൻ്റെ പിതാവിനെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. അവിടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ക്ഷമിക്കാനും പൊറുക്കുവാനും ഒക്കെ നിനക്ക് ദൈവം കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ ഇടപെടട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൽ. നമുക്കുണ്ട്, മുറിവേറ്റവരാണ് നമ്മളെല്ലാവരും. മുറിവേറ്റം നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകാമെന്നേ. ആ കുരിശിൻ ചുവട്ടിൽ മറിയത്തോടൊപ്പം നമുക്ക് നിൽക്കാം. അമ്മയെയും അപ്പനെയും മകനെയും മകളെയും മരുമകളെയും പേരക്കിടാങ്ങളെയൊക്കെ സ്നേഹിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ, ഈശോയുടെ തിരിച്ചോറ് വീണ് കുതിർന്ന അങ്കിയോട് ചേർന്ന് നമുക്ക് നിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? കരങ്ങൾ കൂപ്പി മിഴികളടയ്ക്കാം. നല്ല തമ്പുരാനെ, നീ മാതാപിതാക്കന്മാർക്ക് വിധേയനായി ജീവിച്ചു എന്ന് പറയുമ്പോൾ എന്തുമാത്രം സ്നേഹം നിനക്ക് അവരോടുണ്ടായിരുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് പോലും നീ അവരെ ബഹുമാനിച്ചു, അമ്മയെ ബഹുമാനിച്ചു, സ്നേഹിച്ചു. ഞങ്ങൾക്ക് പലപ്പോഴും പറ്റുന്നില്ല കർത്താവേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങളെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത് ക്ഷമിക്കാനുള്ള കൃപ തരണമേ. മക്കളാലേറ്റ മുറിവ് പുറത്തുകൊണ്ട് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൃപ തരണമേ. ഇന്ന് ഈ വചനം ശ്രവിച്ച എല്ലാ മക്കൾക്കും സ്വന്തം മാതാവിനെയും പിതാവിനെയും മകനെയും മകളെയും കൂടപ്പിറപ്പിനെയും സ്നേഹിക്കാനുള്ള വലിയ കൃപ തമ്പുരാനെ അങ്ങ് കൊടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, മാതാവേ, കുരിശിൻ ചുവട്ടിൽ നിന്ന് രക്തത്തുള്ളികൾ മൂർധാവിൽ പതിക്കപ്പെട്ട് ഈശോയുടെ തിരുരക്തം കൊണ്ട് സ്നാനം ചെയ്യപ്പെട്ട അമ്മേ, സ്വന്തം മകൻ്റെ തിരിച്ചോരയിൽ ചവിട്ടി നിവർന്നു നിന്നവളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ ലാസലറ്റും മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.